ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പിക്സൽ 7നെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2024 പിക്സൽ 7 വേർത്താണോ? നിങ്ങൾക്കറിയാം ഇപ്പോൾ നല്ല ഡീൽ സംഭവം കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 42-43,000. അത് ചിലപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് ഇത് ഫ്ലിപ്കാർട്ട് ത്രൂ ആണ് സെയിൽ ആവുന്നത്. ഒഫീഷ്യലി പിക്സൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ഫ്ലിപ്കാർട്ട് ത്രൂ ആണ്. അപ്പോൾ 42,000 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഈ സാധനം കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ പിക്സൽ 7 ആണ്, ബ്ലാക്ക് എഡിഷൻ ആണ്. ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ 2-3 മാസമായിട്ടുള്ള ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 2 മാസം ആയിട്ടില്ല എന്നുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പിക്സലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇപ്പോൾ 2024 പിക്സൽ വാങ്ങിച്ചുകൊണ്ട് ഗുണമുണ്ടോ, അല്ലെങ്കിൽ പിക്സൽ 8ലേക്ക് പോകണം. അപ്പോൾ എന്തായാലും പിക്സൽ 9 ഇറങ്ങാൻ പോകണം. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഒരു നല്ല ഓപ്ഷനാണ്. നമ്മളിപ്പോൾ 2024 S23 വാങ്ങിക്കണമെന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതതിൻ്റെ ഒഫീഷ്യൽ കേസാണ്. ഇത് ഓൾമോസ്റ്റ് 2,000 രൂപ ഫ്ലിപ്കാർട്ടിൽ തന്നെ അവൈലബിൾ ആണ്. വൈറ്റും നമുക്ക് ഈ ബ്ലാക്കിലും ഉണ്ട്. പക്ഷേ ഈ സാധനം ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. 2,200 രൂപയ്ക്ക് വൻ നഷ്ടം തന്നെ പറയാം. ഭയങ്കര ഹെവി സാധനം. ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഡബിൾ വെയിറ്റ് ആവും. അപ്പോൾ ഈ സാധനം ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒരിക്കലും അവരുടെ ഒഫീഷ്യൽ കേസ് വാങ്ങിക്കരുത് തരാം. ഗൂഗിളുകാരുടെ നല്ല തല്ലിപ്പൊളി കേസാണ്. അത് മാത്രമല്ല ഒടുക്കത്തെ വെയിറ്റ് വന്നു കണ്ടോ. കേസൊക്കെ തല്ലിപ്പൊളി എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു സാധാ സാധനം. ഇതിന് വേണമെങ്കിൽ അവർക്ക് ഒരു 500 ഉണ്ടാക്കാൻ ചാർജ് വന്നിട്ടുണ്ട്. അതൊരു വിൽക്കുന്നത് 2,500 രൂപയ്ക്കാണ്. കൂറ സാധനം പറഞ്ഞാൽ കൂറ സാധനം. ആകെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലോഗോ എംബൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ലോഗോ അത് മാത്രമേ ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ട്. അല്ലാണ്ട് തല്ലിപ്പൊളി സാധനം. ഈ സാധനം ഒരിക്കലും വാങ്ങിക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫോൺ ഡീറ്റെയിൽസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ പിക്സൽ 7. ഇത് നിങ്ങൾക്കറിയാം ആകെ ഒരു വേരിയൻറ്റ് മാത്രമേ ഇന്ത്യയിലുള്ളൂ. 128GB വേരിയൻറ്റ് തന്നെയാണ്, 8GB. അപ്പോൾ ഈ സാധനം ഗ്ലാസും സംഭവമൊക്കെയാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വിചാരിക്കുന്നു. കണ്ണും പൂട്ടി പിക്സൽ നിങ്ങൾക്ക് 7 2024 വാങ്ങിക്കാം. കിഡിലൻ ഫോൺ, ബട്ടർ സ്മൂത്ത്. നിങ്ങൾക്കറിയാം എന്തായാലും G2 പ്രൊസസ്സറൊക്കെയാണ് വരുന്നത്. G2 പ്രൊസസ്സർ പറയുമ്പോൾ ഓൾമോസ്റ്റ് സാംസങ്ങിൻ്റെ അവരുടെ ആർക്കിടെക്ചറൊക്കെ എടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു എൻട്രിയിലൊന്നും പറയാൻ പറ്റില്ല, ഒരു മിഡിൽ കാറ്റഗറിയിൽ വരുന്ന പ്രൊസസ്സറിൻ്റെയും കുറച്ച് കൂടുതൽ മുകളിൽ നിൽക്കുന്ന ഒരു പ്രൊസസ്സറാണ്. അപ്പോൾ ഗെയിമിങ്ങിനൊന്നും ഈ സാധനം റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇവരുടെ ഈ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ കാരണം ഒടുക്കത്തെ സ്മൂത്താണ് സാധനം. എന്ന് വെച്ചാൽ സ്മൂത്തിൻ്റെ ഒക്കെ ഒരു അങ്ങേറ്റം ഭയങ്കര ഡിഫറൻസാണ്. പറയുമ്പോൾ ഞാൻ ഐഫോൺ ഉപയോഗിക്കുന്നുണ്ട്, S23 ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ ഹൈ എൻഡ് പ്രൊസസ്സറാണ് വരുന്നത്. പക്ഷേ ഇതിൽ കിട്ടുന്ന ഒരു ബട്ടർ സ്മൂത്ത് അതിലൊന്നും കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു പിക്സൽ എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയുണ്ട്. ഞാൻ അത് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്ത് തന്നെയാണ് ഈ സാധനം ഒരു പിക്സൽ വാങ്ങിച്ചു നോക്കി തന്നെ. ഇതെൻ്റെ 3ാമത്തെ ഫോണാണ്. ഞാൻ 3 ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഒരെണ്ണം എൻ്റെ പ്രൈമറി വർക്ക് ഫോണാണ്. ഒരെണ്ണം നമ്മുടെ എന്താ പറയുക സെക്കൻഡ് പാർട്ട് ടൈം ജോബ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ യൂട്യൂബ് സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ നോട്ടിഫിക്കേഷൻ നോക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ജൂലൈ അപ്ഡേറ്റ് വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇന്നലെ 2-3 ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ബട്ടർ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ബട്ടർ സ്മൂത്ത്. ഇതിൻ്റെ ആകെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് അത്യാവശ്യം ചെറുതായിട്ട് ചിന്ന സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ കേസ് വരുമ്പോൾ നമുക്കിത് അങ്ങനെയാണ് നോട്ടീസ് ആവുന്നില്ല കേട്ടോ. അത് ഇഷ്യൂ ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഇത് കണ്ണും പൂട്ടി വാങ്ങിക്കാം. അപ്പോൾ അവർ പിക്സൽ 8ൽ ഇത് അത്യാവശ്യം കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല. പിന്നെ പിക്സൽ 8ൽ കുറച്ചും കൂടി കെർവ് ആയിട്ടുണ്ട് ഡിസൈൻ. പക്ഷെ എനിക്ക് ഇഷ്ടമായത് ഇങ്ങനത്തെ ഈ ഒരു കട്ട ഡിസൈൻ പോലെ സംഭവമാണ്. അത്യാവശ്യം ചെറിയ ഡിസൈൻ അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ iPhone 15 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഐഫോണായിട്ടും കുറച്ച് വലുതാണ്. ഇപ്പോൾ S23 ആയാലും വലുതാണ് കണ്ടോ. അപ്പോൾ ഭയങ്കര ചെറിയ ഡിവൈസ് ഇഷ്ടമുള്ളവർക്ക് ഈ സാധനം ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. പക്ഷേ ഫിംഗർ പ്രിൻ്റ് ഒക്കെ എന്ത് സ്മൂത്താണെന്ന് അറിയോ, ഒരു രക്ഷയില്ല. നമുക്ക് ഭയങ്കര സ്മൂത്താണ് സാധനം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കുറേ പിക്സലിൻ്റെ സംഭവം നിങ്ങൾക്ക് അറിയായിരിക്കും. പിക്സലിൻ്റെ UI നിങ്ങൾക്ക് അറിയായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ബട്ടർ സ്മൂത്താണ്, ഒരു രക്ഷയില്ല കേട്ടോ. അത് ശരിക്കും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്നാണ്. ഒരു ഒപ്റ്റിമൈസേഷൻ ആണ്. അതൊരു ഒപ്റ്റിമൈസേഷൻ സമ്മതിക്കണം കേട്ടോ. അതുപോലെ തന്നെ അപ്ഡേറ്റ്സ്, എന്തെങ്കിലും ബഗ്സ് സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അപ്ഡേറ്റ് വരും. ആപ്പിളിൻ്റെ പോലെ തന്നെ iOS പോലെ തന്നെയാണ്. ഇതിന് നമുക്ക് കണ്ടു ജൂലൈ 2024 ഇപ്പോൾ അപ്ഡേറ്റ് കിടക്കുന്നത്. അതല്ലാണ്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ ഇതാണ് അവരുടെ സെറ്റിംഗ് പേജ് വരുന്നത്. സെറ്റിംഗ് പേജൊക്കെ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ സാംസങ്ങായിട്ട് കമ്പയർ ചെയ്താൽ ഭയങ്കര ഡിഫറൻസ് വരുന്നുണ്ട്. ഇതിൽ കുറേ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, എത്ര ഉള്ളതേ. ഇതാണ് എല്ലാ സംഭവങ്ങളും വരുന്നത്. അപ്പോൾ ക്യാമറ മെയിൻ ഹൈലൈറ്റ് ക്യാമറയാണല്ലോ. ക്യാമറയുടെ ഒരു ഗുണം എന്താ അറിയോ, നമുക്ക് ആരത് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അത് ക്യാമറയുടെ ഒരു മെയിൻ ഗുണം എന്താ അറിയോ, ഈ സാധനത്തിൽ നമുക്ക് ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തു. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ എന്നെ എടുത്തു, അവിടെ എടുത്തു വിട്ടാ. ഇത് ഇനി പ്രോസസ്സിങ് ആവാൻ കുറച്ച് ടൈം എടുക്കും. കണ്ടോ, ആ പ്രോസസ്സിങ് ആയി വന്നപ്പോൾ ഭയങ്കര ക്ലാരിറ്റി കൂടി. അപ്പോൾ അതൊരു ഹൈലൈറ്റ് തന്നെയാണ് ഇവരുടെ പ്രോസസ്സിങ്ങിൻ്റെ.
ചെറിയൊരു കുറച്ചൊരു ടൈം എടുക്കും, കുറച്ച് സെക്കൻഡ്സ് എടുക്കും പ്രോസസ്സിങ് ആവാൻ. അതുവരെ എല്ലാ സാധനത്തിലും ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വരുമ്പോണ്ടല്ലോ സാധനം കിടിലനാണ്. കാണുമ്പോൾ നമ്മൾ എന്തോ DSLR എടുത്ത പോലെയാണ്. അപ്പൊ എൻ്റെ സോണിയുടെ ക്യാമറ എടുക്കുന്ന പോലെ ആയിരിക്കും അങ്ങനത്തെ ക്വാളിറ്റി സാധനം വരിക. അത് പറയാണ്ടിരിക്കാൻ വയ്യ, കിടിലൻ സംഭവം തന്നെയാണ്. അപ്പോൾ കുറെ പേരോട് സംശയം ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, S23 എടുക്കണോ ഗൂഗിൾ പിക്സൽ 7 എടുക്കണോ, അങ്ങനെ കുറെ സംശയങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം S23 ആയാലും ഹൈ എൻഡ് സാധനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഹൈ എൻഡ് പ്രൊസസ്സറും ഗെയിമിംഗ് ഒക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ S23 എടുക്കുക. ഫോട്ടോസിനും വീഡിയോസും ആയാലും ഈ രണ്ടെണ്ണമായാലും ഓൾമോസ്റ്റ് ഈക്വൽ തന്നെയാണ്, വലിയ ഡിഫറൻസും സംഭവമൊന്നുമില്ല. അപ്പോൾ വീഡിയോ ആയാലും നമുക്ക് നല്ല ക്വാളിറ്റി നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് വിചാരിക്കുന്നു. പക്ഷെ നല്ല രണ്ടും ഓൾമോസ്റ്റ് സെയിം പെർഫോമൻസ് തന്നെ ക്യാമറ വീഡിയോ ക്വാളിറ്റിയിൽ തരുന്നത് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് സാംസങ്ങിന് നമുക്ക് അറിയാം കുറച്ച് കളേഴ്സും സംഭവങ്ങളൊക്കെ ബൂസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഡിഫോൾട്ട് കളർ തന്നെ വരിക കേട്ടോ. അതാണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത്. അപ്പോൾ ഈ സാധനം എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് തന്നെ വാങ്ങിച്ചു. എൻ്റെ ഒരു പഴയ ഒരു OnePlus അല്ല ഒപ്പം ഉണ്ടായിരുന്നു, അത് എക്സ്ചേഞ്ച് ചെയ്ത് എനിക്ക് ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയത് 20 രൂപ 22 രൂപയ്ക്ക് ഞാൻ സാധനം വാങ്ങിച്ചു. പക്ഷെ അതിന് നല്ല വേർത്താണ് കേട്ടോ, കിടിലൻ സാധനം. എനിക്ക് ആകെ ഇഷ്ടപ്പെടാൻ ഈ കേസ് മാത്രമാണ്. ഈ 2500 രൂപ എടുത്ത് ഈ കേസ് വാങ്ങിച്ച കാരണം എനിക്ക് വേറെ കേസ് ഇൻവെസ്റ്റ് ചെയ്യാനും ഒരു മടി. എന്ന് വെച്ചാൽ ഇത് വേറെ തുമ്മ എടുത്ത് വേറെ ഇരിക്കണ്ടേ. 500 രൂപ കേസിക്കാനും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും ഇതുപോലെ ഹൈ എൻഡ് ഫോണിലൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി കേസ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ നോക്കുക, അല്ലെങ്കിൽ നിലത്തൊക്കെ പോകണ പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സാധനം 2500 വാങ്ങിച്ചത് ഇത് പ്രൊട്ടക്ഷൻ സപ്പോർട്ട് ഉണ്ട്, പക്ഷെ ഭയങ്കര ഹെവിയാണ്. വൺ ഓഫ് ദ മെയിൻ കോൺ എന്ന് പറയുന്നത് ഭയങ്കര ഹെവിയാണ്. അത് മാത്രമല്ല ഭയങ്കരമായിട്ട് പാടുകളും സംഭവമൊക്കെ വരും. അപ്പോൾ അത് ഒരു വേസ്റ്റ് ലുക്കായിട്ട് തോന്നും. അപ്പോൾ അതാണ് മെയിൻ ഇഷ്യൂ ഉണ്ട് അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ പിക്സൽ 7 നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാം, ഒരു പ്രശ്നവുമില്ല. എനിക്ക് തോന്നുന്നു പിക്സൽ 8 കുറച്ചുകൂടി നല്ലത് നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് കിട്ടുന്ന പിക്സൽ 7 തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ പിക്സൽ 8 നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 60 രൂപ 55 രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും. 55 to 60 എന്തായാലും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ടും വെറുതെ തന്നെ ഈ സാധനം കേട്ടോ. ഓൾമോസ്റ്റ് 40,000 മുമ്പ് കൈ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് കാണാം.